Hi friends, welcome back to the English class. How are you all? All good. So, we have already seen a letter written by Lenjo to God. Lenjo wrote the letter out of sheer helplessness. അല്ലേ, നമ്മൾ പഠിച്ചു, ലെഞ്ചോയുടെ സ്റ്റോറി പഠിച്ചല്ലേ. ലെഞ്ചോ റോട്ട് എ ലെറ്റർ ടു ഗോഡ്. വി ഹാവ് സീൻ അനദർ ലെറ്റർ റിട്ടൺ ബൈ നെഹ്റു ടു ഹിസ് ഡോട്ടർ ഇന്ദിര. അല്ലേ, നമ്മൾ രണ്ട് ലെറ്റർ കണ്ടു. ഒന്ന് ആരെഴുതിയ ലെറ്ററാ? ലെഞ്ചോ എഴുതിയ ലെറ്റർ ടു ഗോഡ് ഔട്ട് ഓഫ് ഹിസ് ഷിയർ ഹെൽപ്ലെസ്നെസ്. And the next letter was written by Nehru to his daughter Indira. Alle, the letter written by Nehru gives a lot of hope and inspiration to Indira. Now let us see what a man wrote a letter to himself. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കവിത എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അയാൾക്ക് തന്നെ കത്തെഴുതുന്നു. നൗ ലെറ്റ് us see what a man wrote a letter to himself. അദ്ദേഹത്തിന് തന്നെ കത്തെഴുതുകയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, സാറിങ്ങനെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഓരോ വേർഡ്സൊക്കെ നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സാറ് മലയാളവും പറയുന്നുണ്ട്, എങ്കിലും കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷാണ്. ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ, ഷിയർ ഹെൽപ്ലെസ്നെസ്, ടു ഗോഡ്, ഇതൊക്കെ പുത്തൻ വേർഡ്സാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ എ പോയം ടൈറ്റിൽഡ് ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ. എന്ന് വെച്ചാൽ എന്താ? എനിക്ക് തന്നെ ഞാൻ കത്തെഴുതാൻ വേണ്ടി പോവുകയാണ്. നൗ ലെറ്റ് us see what a man wrote a letter to himself. നമുക്ക് നോക്കാം. ഓക്കെ, I wrote myself a letter. All of you take your textbook, page number 50. നമുക്ക് നോക്കാം. Are you ready? Okay, I wrote myself a letter. That's the title of the poem. Here is a poem that tells you about a man who wrote a letter to himself. നമ്മൾ ഓൾറെഡി സാർ പറഞ്ഞു നിങ്ങളോട്. Let us see what a man wrote to himself. Okay, here is a poem that tells you about a man who wrote a letter to himself. അയാൾക്ക് തന്നെ കത്തെഴുതുകയാണ്. What did he write in this letter? എന്തായിരിക്കും അദ്ദേഹം ആ കത്തിൽ എഴുതിയിരിക്കുന്നത്? റീഡ് ഓൺ, വായിച്ചു നോക്കൂ, മനസ്സിലാക്കൂ. നമുക്ക് നോക്കാം. അപ്പം ഈ കഥയിലെ കഥാപാത്രം, ഈ പോത്തിലെ കഥാപാത്രം അദ്ദേഹത്തിന് തന്നെ കത്തെഴുതുകയാണ്. എന്തിനു വേണ്ടിയായിരിക്കും അദ്ദേഹത്തിന് തന്നെ കത്തെഴുതുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ, I wrote myself a letter. I mailed it right away, and sure enough the carrier delivered it today. I couldn't wait to get it. I nearly had to shout. I quickly tore the envelope and pulled the letter out. I anxiously unfolded it, but now I must concede I am clueless as to what it says. I haven't learned to read. So, let's read the poem again. സാറിൻ്റെ ഇവിടെ നിങ്ങൾ ഉറക്കെ വായിക്കുമോ? ലൗഡ് റീഡിംഗ്. ഓക്കെ, I wrote myself a letter. I mailed it right away, and sure enough the carrier delivered it today. I couldn't wait to get it. I nearly had to shout.
I quickly tore the envelope and pulled the letter out. I anxiously unfolded it, but now I must concede I am clueless as to what it says. I haven't learned to read. വല്ലതും മനസ്സിലായോ? നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് പോയം സ്പീക്സ് അബൌട്ട് എ പേഴ്സൺ ഹു ഈസ് craving to receive a letter from somebody. എന്താ നമുക്ക് മനസ്സിലാകുന്നത്? ദിസ് പോയം സ്പീക്സ് അബൌട്ട് എ പേഴ്സൺ ഹു ഈസ് craving to receive a letter from somebody. ഈ കഥയിലെ കഥാപാത്രം ഭയങ്കരമായിട്ട് അങ്ങ് ആഗ്രഹിക്കുക, ആരെങ്കിലും എനിക്കൊന്ന് ലെറ്റർ അയച്ചിരുന്നെങ്കിൽ എന്ന്. പക്ഷെ ആരും പുള്ളിക്ക് കത്തിതുവരെ അയച്ചിട്ടില്ല. അപ്പം പുള്ളി എന്താ ചെയ്തേ? ബട്ട് he wrote a letter to himself and he mailed it. ആരും കത്തയക്കാതിരുന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ അദ്ദേഹത്തിനൊരു കത്തയച്ചു, എന്നിട്ട് അദ്ദേഹം അത് മെയിൽ ചെയ്തു. മനസ്സിലായോ? ദിസ് പോയം സ്പീക്സ് അബൌട്ട് എ പേഴ്സൺ ഹു ഈസ് craving to receive a letter from somebody, but unfortunately he is not getting any. പക്ഷെ അദ്ദേഹത്തിന് ഒരു ലെറ്ററും ഇതുവരെ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആരെങ്കിലും അദ്ദേഹത്തിന് കത്തയച്ചിരുന്നെങ്കിൽ, പക്ഷെ ആരും അദ്ദേഹത്തിന് കത്ത് അയക്കുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് എനി. സോ ഹി റിട്ടേൺ എ ലെറ്റർ ടു ഹിംസെൽഫ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം ഒരു കത്തെഴുതി. നമുക്ക് നോക്കാം. I wrote myself a letter. ഞാൻ എനിക്ക് തന്നെ ഒരു കത്തെഴുതി. I mailed it right away. ഞാൻ കത്തെഴുതുക മാത്രമല്ല ചെയ്തത്, ഞാൻ ആ കത്ത് മെയിൽ ചെയ്തു, പോസ്റ്റ് ചെയ്തു. And sure enough, the carrier delivered it today. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്ത കത്ത് കാരിയറിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്ന്. എന്നിട്ട് ഞാൻ വിചാരിക്കുകയാണ്, the carrier should delivered it today. അദ്ദേഹത്തിൻ്റെ കത്ത് തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരിയർ ആ കത്ത് എനിക്കിന്ന് ഡെലിവറി ചെയ്യും എന്ന് ഈ പോയറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. I couldn't wait to get. He was very anxious to get it. വളരെ ആൻഷ്യസ് ആണ് ആ കത്ത് കിട്ടാൻ വേണ്ടി. I nearly had to shout. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കുറേ നേരം നോക്കിയിട്ടും ഇദ്ദേഹത്തിന് കത്ത് കിട്ടുന്നില്ല. I quickly tore the envelope and pulled the letter out. When the carrier delivered the letter, he quickly tore the envelope. അദ്ദേഹം ആ എൻവലപ്പ് കീറി. And pulled the letter out. ആ എൻവലപ്പിൽ നിന്നും ആ ലെറ്റർ പുറത്തേക്ക് എടുത്തു. എൻവലപ്പ് എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് ലെറ്റർ ഇങ്ങനല്ലേ വരുന്നത്? അതിങ്ങനെ തുറന്നിട്ട് and pulled the letter out. ആ എൻവലപ്പിൽ നിന്നും ലെറ്റർ പുറത്തേക്ക് എടുത്തു. I anxiously unfolded it. He was very anxious. വളരെ ധൃതിപ്പെട്ട് തന്നെ അദ്ദേഹം ആ ലെറ്റർ പുറത്തെടുത്തു. But now I must concede. But the funny thing was, I am clueless as to what it says. I haven't learned to read. But the funny thing is that he was clueless as to what it says. I haven't learned to read. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. I haven't learned to read. എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ, ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന്. എന്തൊരു ഫണ്ണി തിങ് അല്ലേ? അദ്ദേഹം തന്നെ അദ്ദേഹത്തിനൊരു ലെറ്റർ എഴുതുന്നു, എന്നിട്ട് അദ്ദേഹം തന്നെ അത് മെയിൽ ചെയ്യുന്നു. അത് കരിയർ ബോയ് ഡെലിവറി ചെയ്യാൻ വേണ്ടി കൊറിയർ ബോയ് അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. കത്ത് വന്നപ്പോൾ അദ്ദേഹം തുറന്നു നോക്കിയപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞേ? ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന്. ഇത്രേ ഉള്ളൂ നമ്മുടെ പോയം. ഇനിയും ഹു ഈസ് ദി സ്പീക്കർ ഇൻ ദി പോം? ആരാ ഇതിലെ സ്പീക്കർ? ദി പോയറ്റ് ഈസ് ദി സ്പീക്കർ ഇൻ ദി പോയം. യൂഷ്വലി വൺ ഡസ് നോട്ട് റൈറ്റ് എ ലെറ്റർ ടു വൺ സെൽഫ്. അല്ലേ? നമ്മൾ ആർക്കെങ്കിലും നമുക്ക് തന്നെ ലെറ്റർ എഴുതുമോ? ഇല്ല. വേറെ ആരെങ്കിലും അല്ലേ നമുക്ക് ലെറ്റർ എഴുതുന്നത്? വാട്ട് മെയ്ഡ് ദി പോയറ്റ് റൈറ്റ് എ ലെറ്റർ ടു ഹിംസെൽഫ്? പക്ഷേ ഈ പോയറ്റിലെ പോയറ്റ് അദ്ദേഹത്തിന് തന്നെ കത്തെഴുതി. എന്തുകൊണ്ടാണ് ആ പോയറ്റ് അദ്ദേഹത്തിന് തന്നെ കത്തെഴുതിയത്?
The poet wrote a letter to himself because he is craving to receive a letter to himself from somebody. വേറെ ആരെങ്കിലും അദ്ദേഹത്തിന് ലെറ്റർ അയച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് എനി. The speaker in the poem is craving to receive a letter from somebody, but unfortunately he is not getting any. So he wrote a letter to himself. മനസ്സിലായോ? ഇനി which line in the poem shows that the poet is impatient, akshaman, impatient to read the letter? ഏത് ലൈനാണ് കാണിക്കുന്നത്? I quickly tore the envelope and pulled the letter out. അതാ കാണിക്കുന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇംപേഷ്യൻ്റ്, ആ ലെറ്റർ കിട്ടിയപ്പോൾ അദ്ദേഹം കാണിച്ച ഇംപേഷ്യൻറ്റിനെ സൂചിപ്പിക്കുന്ന ലൈൻ അതാ അല്ലേ? I quickly tore the envelope and pulled the letter out. ഇനിയും why could not the poet read his own ലെറ്റർ? എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ എഴുതിയ ലെറ്റർ വായിക്കാൻ പറ്റാഞ്ഞത്? വൈ കുഡ് നോട്ട് ദ പോയറ്റ് റീഡ് ഹിസ് ഓൺ ലെറ്റർ? എന്തുകൊണ്ടാണ്? ഹീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഇൻ ഇറ്റ്. അദ്ദേഹം എഴുതിയ കണ്ടന്റ് എന്താണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ഈ പോയത്തിൽ. പക്ഷേ കത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ആ ലെറ്റർ വായിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, ഹി ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് റിട്ടൺ ഇൻ ദി ലെറ്റർ. ദാറ്റ് വാസ് എ ഫണി തിങ് അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ പോയം. സാർ ഇപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ തന്നെ ഈ പോം ഒന്നും കൂടി വായിച്ച് ഈ ആൻസർ നിങ്ങൾ തന്നെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. ഓക്കെ, ഉത്തരം, ക്വസ്റ്റ്യനും ഉത്തരവും നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. പോം എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, ഇനിയും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത കുറേ വേർഡ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? കരിയർ എന്താണെന്നറിയാമോ? ഡെലിവേർഡ്, ഷൗട്ട്, ടോർ, envelope, anxiously, unfolded, concealed, clueless. ഇത്രയും വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾ തന്നെ ഡിക്ഷണറി നോക്കുക. അതിൻ്റെ മീനിങ് നിങ്ങൾ തന്നെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. കരിയർ, ഡെലിവേർഡ്, ഷൗട്ട്, ടോർ, envelope, anxiously, unfolded, കൺസീഡ്, ക്ലൂലെസ്. ഇത്രയും വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾ തന്നെ ഡിക്ഷണറി നോക്കി കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. സാർ ഇത്രയും വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾക്ക് തരത്തില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിക്ഷണറി നോക്കാൻ എങ്ങനെയാണ് നമ്മൾ ഡിക്ഷണറി നോക്കി വേർഡ്സിൻ്റെ മീനിങ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സാറ് നിങ്ങൾക്ക് മീനിങ് അത് നിങ്ങൾ പഠിക്കുമോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഡിക്ഷണറി നോക്കി ഇതിൻ്റെ മീനിങ് കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഡിക്ഷണറി നോക്കാനും നിങ്ങൾ പഠിക്കും. ഒരു വേർഡിൻ്റെ മീനിങ് ഏതെങ്കിലും പുസ്തകം വായിക്കുമ്പോൾ ഏതെങ്കിലും ഡിഫിക്കൽട്ട് വേർഡിൻ്റെ മീനിങ് കാണുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനും സാധിക്കും. മനസ്സിലായോ? നിങ്ങൾ തന്നെ ഡിക്ഷണറി നോക്കി ഇത്രയും വേർഡ്സിൻ്റെ മീനിങ് കണ്ടുപിടിക്കണം. Do you get me? Okay. Now let's do the activities. Activity number 1. In Lenjo's story, there are many expressions which appeal to our senses of sight, hearing, smell, taste and touch. For example, നമുക്ക് ലെഞ്ചോയുടെ സ്റ്റോറിയിൽ there are many expressions which appeal to our senses of sight. നമുക്ക് ലെഞ്ചോയുടെ സ്റ്റോറി വായിക്കുമ്പോൾ നമ്മുടെ സെൻസസിന് അനുഭവവേദ്യമാകുന്ന കുറേ എക്സ്പ്രഷൻസ്, കുറേ കാര്യങ്ങൾ, കുറേ സെൻറ്റൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അല്ലേ? സെൻസസ് ഓഫ് സൈറ്റ്, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. സെൻസസ് ഓഫ് ഹിയറിംഗ്, നമ്മുടെ ചെവി കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. സെൻസസ് ഓഫ് സ്മെൽ, മണത്തറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. ടേസ്റ്റ്,
രുചിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ആൻഡ് ടച്ച്, തൊട്ട് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഫ്രഷ് എയർ ആൻഡ് സ്വീറ്റ് എയർ. ഫ്രഷ് എയർ ആൻഡ് സ്വീറ്റ് എയർ എന്താ? അപ്പീൽസ് ടു സെൻസ് ഓഫ് സ്മെൽ, അല്ലേ? നല്ല നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ശ്വാസം, അത് നമ്മുടെ നല്ല സ്മെല്ല് നമുക്ക് കിട്ടുമല്ലേ? മറിച്ച് ഈ പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുവാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. ഫ്രഷ് എയർ ആൻഡ് സ്വീറ്റ് എയർ, ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ലഞ്ചോടെ സ്റ്റോറിയിൽ കാണുവാനായിട്ട് സാധിക്കും, അല്ലേ? അതെന്താ? ഇറ്റ് അപ്പീൽസ് ടു സെൻസ് ഓഫ് സ്മെൽ, നമ്മുടെ മണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. ദ ഫീൽഡ് വാസ് വൈറ്റ്, വെള്ള കളറിലെ മനോഹരമായ പാടശേഖരം, അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പീൽസ് ടു സെൻസ് ഓഫ് സൈറ്റ്, നമ്മുടെ കാഴ്ച, അല്ലേ? നമ്മൾ കാണുന്ന കാര്യം, അല്ലേ? ഇനിയും ഫൈൻഡ് ഔട്ട് ഫ്രം ദി സ്റ്റോറി മോർ എക്സ്പ്രഷൻസ് വിച്ച് അപ്പീൽ ടു യുവർ സെൻസസ്. ഇങ്ങനെ നിങ്ങളുടെ സെൻസസിനെ, സെൻസസ് ഓഫ് ടച്ച്, സെൻസസ് ഓഫ് ഹിയറിംഗ്, സെൻസസ് ഓഫ് സ്മെൽ, ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ആ സ്റ്റോറിയിൽ യൂസ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻസ് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? സാർ ഒരു എക്സാമ്പിൾ തരാം. ഹ്യൂജ് മൗണ്ടെയിൻ ഓഫ് ക്ലൗഡ്സ്. ഹ്യൂജ് മൗണ്ടെയിൻ ഓഫ് ക്ലൗഡ്സ്, അങ്ങനൊരു എക്സ്പ്രഷൻ നമ്മുടെ ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? ഹ്യൂജ് മൗണ്ടെയിൻ ഓഫ് ക്ലൗഡ്സ്, അതെന്തിൻ്റെ എക്സാമ്പിളാണ്? നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? അപ്പീൽസ് ടു സെൻസ് ഓഫ് സൈറ്റ്, നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? ഹ്യൂജ് മൗണ്ടെയിൻ ഓഫ് ക്ലൗഡ്സ്, വലിയ മേഘങ്ങൾ, വലിയ മല പോലെയുള്ള മേഘങ്ങൾ. ഹ്യൂജ് മൗണ്ടെയിൻ ഓഫ് ക്ലൗഡ്സ്, അത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ സെൻസസിനെ സൂചിപ്പിക്കാൻ വേണ്ടി ആ സ്റ്റോറിയിൽ യൂസ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻസ് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു 2 എണ്ണം ആ സ്റ്റോറി ഒന്നും കൂടെ വായിക്കുക, ഒന്നും കൂടി വായിച്ചിട്ട് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, ഇനിയും ആക്ടിവിറ്റി നമ്പർ 2, ലുക്ക് അറ്റ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ് ഫ്രം ദി സ്റ്റോറി. പിന്നെയും പറഞ്ഞിരിക്കുകയാണ്, ലുക്ക് അറ്റ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ് ഫ്രം ദി സ്റ്റോറി. ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻസ് നോക്കുക. എ ഗുഡ് ഹാർവസ്റ്റ്, ന്യൂ കോയിൻസ്, എ സ്ട്രോങ് വിൻഡ്. എ ഗുഡ്, ന്യൂ, എ സ്ട്രോങ്, ഈ 3 വേർഡ്സും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലേ? നമുക്ക് നോക്കാം അതെന്തുകൊണ്ട് അണ്ടർലൈൻ ചെയ്തതെന്ന്. ഇൻ ദി എബവ് എക്സ്പ്രഷൻസ്, ഇൻ ദി എബവ് എക്സ്പ്രഷൻ, മുകളിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻസിൽ ദി അണ്ടർലൈൻഡ് വേർഡ്സ് ടെൽ us മോർ അബൌട്ട് ദി ഹെഡ് വേർഡ്സ്. ഹെഡ് വേർഡ്സ് എന്താ? ഹാർവസ്റ്റ്, കോയിൻസ്, വിൻഡ്, അതാണ് ഹെഡ് വേർഡ്സ്. ഹാർവസ്റ്റ്, കോയിൻ, വിൻഡ്, അതാണ് ഹെഡ് വേർഡ്സ്. അപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ദി അണ്ടർലൈൻഡ് വേർഡ്സ്, അതായത് അണ്ടർലൈൻഡ് വേർഡ്സ് ഏതൊക്കെയാ? എ ഗുഡ്, ന്യൂ, എ സ്ട്രോങ്, ടെൽസ് us മോർ അബൌട്ട് ദി ഹെഡ് വേർഡ്സ് ഹാർവസ്റ്റ്, കോയിൻസ് ആൻഡ് വിൻഡ്. ആ അണ്ടർലൈൻ ചെയ്തേക്കുന്ന വേർഡ്സ് നമ്മൾക്ക് ഹെഡ് വേർഡ്സിനെ പറ്റി കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹിയർ ആർ ദി അണ്ടർലൈൻഡ് വേർഡ്സ് tell us about the number and quality of the head word. A good harvest, head word harvest, a good harvest, a good, കണ്ടോ? a good harvest, വളരെ മനോഹരമായിട്ടുള്ള, ഒത്തിരി നല്ലതായിട്ടുള്ള ഹാർവസ്റ്റ് ആയിരുന്നു, വിളവെടുപ്പായിരുന്നു. വിളവെടുപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടി, ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്തു? എ ഗുഡ് എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തു. ന്യൂ കോയിൻസ്, കോയിൻസിനെ, കോയിൻസ് എന്ന് പറയുന്ന ഹെഡ് വേർഡിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്തു? ന്യൂ എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. എ സ്ട്രോങ് വിൻഡ്, വിൻഡ് എന്ന് പറയുന്ന ഹെഡ് വേർഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്തു? സ്ട്രോങ് വിൻഡ്, ശക്തിയായിട്ട് വീശുന്ന കാറ്റ്. ഇനിയും നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ മോർ എക്സാമ്പിൾസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ദി ഹെഡ് വേർഡ്സ് ആർ ഡിസ്ക്രൈബ്ഡ്. നമുക്കിനിയും കുറേ കൂടി എക്സാമ്പിൾസ് നോക്കാം, എന്നിട്ട് നോക്കാം ഹെഡ് വേർഡ്സ് ഒക്കെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന്. ലുക്ക് അറ്റ് ദി ഫോളോയിങ്. ക്യാറ്റ്സ്, ക്യാറ്റ്സ് എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കുറേ ഹെഡ് വേർഡ്സ് നമുക്ക് നോക്കാം. ടു ക്യാറ്റ്സ്, ക്യാറ്റ്സ് എന്ന് പറയുന്ന ഹെഡ് വേർഡാണ്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻസ് നമുക്ക് നോക്കാം. ടു ക്യാറ്റ്സ്, 2. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്?
നമ്പർ കാണിച്ചല്ലേ, നമ്പർ കാണിക്കാൻ വേണ്ടി 2 എന്നുള്ള വേർഡ് യൂസ് ചെയ്തു. ഇനിയും 2 ബ്ലാക്ക് ക്യാറ്റ്സ്. 2 ബ്ലാക്ക് ക്യാറ്റ്സ്, ഹെഡ് വേർഡ് ക്യാറ്റ് ആണ്. 2 ബ്ലാക്ക് ക്യാറ്റ്സ്. 2 എന്താ നമ്പർ, ബ്ലാക്ക് കളർ. അപ്പം 2 ബ്ലാക്ക് ക്യാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഹെഡ് വേർഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു നമ്പറും യൂസ് ചെയ്തു, അതിൻ്റെ കളറും അവിടെ ഡിസ്ക്രൈബ് ചെയ്തു. 2 ബ്ലാക്ക് ക്യാറ്റ്സ്. ഇനിയും 2 സ്മോൾ ബ്ലാക്ക് ക്യാറ്റ്സ്. കണ്ടോ, ആ ക്യാറ്റ് എന്ന് പറയുന്ന ഹെഡ് വേർഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ മുൻപിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്തത്? 2 സ്മോൾ ബ്ലാക്ക് ക്യാറ്റ്സ്. 2 എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്പറിനെ. സ്മോൾ എന്തിനെ സൂചിപ്പിക്കുന്നു? സൈസിനെ. ബ്ലാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? ആ ക്യാറ്റിൻ്റെ കളറിനെ. ഇനി certain words are added to the cats. certain words ഈ ക്യാറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, ക്യാറ്റ് എന്ന് പറയുന്ന ഹെഡ് വേർഡിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടു എന്തൊക്കെയാ? 2 black, 2 small black. These words tell us more about the cats. ഈ വേർഡ്സ് അത് എങ്ങനെയുള്ള ക്യാറ്റ്സ് ആണെന്ന്, എങ്ങനെയുള്ള പൂച്ചകളാണെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. Like their number, size and color, as we already discussed. ഇനിയും look at the following. ഇനിയും താഴെ പറഞ്ഞിരിക്കുന്നത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും വരുന്ന ഹെഡ് വേർഡ് ബാഗാണ്. ബാഗ്. ആ ബാഗിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് നോക്കാം. എ ബാഗ്, എ ബാഗ് ഒരു ബാഗ്. എ ലെതർ ബാഗ്, എ ലെതർ ബാഗ്. എ വൈറ്റ് ലെതർ ബാഗ്. എ ബിഗ് വൈറ്റ് ലെതർ ബാഗ്. എന്തൊക്കെ വേർഡ്സാ ആ ബാഗിനെ സൂചിപ്പിക്കാൻ, ബാഗ് എന്ന് പറയുന്ന ഹെഡ് വേർഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്? എ ബാഗ്, എ ലെതർ ബാഗ്, എ ബാഗ് ഒരു ബാഗ്, എ ലെതർ ബാഗ്. എങ്ങനെയുള്ള ബാഗാ? ലെതർ ബാഗാണ്. ആ ബാഗിൻ്റെ കളർ ഏതാ? എ വൈറ്റ് ലെതർ ബാഗ്. ഇനിയും ആ ബാഗ് എങ്ങനെയുള്ളതാ? സ്മോൾ ആണോ ബിഗ് ആണോ? എ ബിഗ് വൈറ്റ് ലെതർ ബാഗ്. മനസ്സിലായോ? ഇനിയും ഫ്ലവേഴ്സ്. 3 ഫ്ലവേഴ്സ്, 3 ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് ആണ് ഹെഡ് വേർഡ്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് നോക്കിക്കേ. 3 ഫ്ലവേഴ്സ്, 3 യെല്ലോ ഫ്ലവേഴ്സ്, 3 ടൈനി യെല്ലോ ഫ്ലവേഴ്സ്, 3 ബ്യൂട്ടിഫുൾ ടൈനി യെല്ലോ ഫ്ലവേഴ്സ്. ബോയ്, എ ബോയ്, എ ലിറ്റിൽ ബോയ്, എ സ്മാർട്ട് ലിറ്റിൽ ബോയ്. Identify the words in the above word pyramids which tell us about the number, quality, color, shape, size, etc. of the objects or persons. Write them in the relevant columns of the table overleaf. നമ്മുടെ പുസ്തകത്തിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഇവിടെ തന്നിരിക്കുന്ന നമ്പർ, ക്വാളിറ്റി, കളർ, ഷേപ്പ്, സൈസ്, ഹെഡ് വേർഡ് എടുത്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, എക്സാമ്പിൾ നോക്കിക്കേ, കണ്ടോ? നമ്പർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 2 പറഞ്ഞിട്ടുണ്ട്, 3 പറഞ്ഞിട്ടുണ്ട്, എ ലിറ്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ക്വാളിറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ബ്യൂട്ടിഫുൾ, സ്മാർട്ട്. കളർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വൈറ്റ് കളർ പറഞ്ഞിട്ടുണ്ട്, യെല്ലോ കളർ പറഞ്ഞിട്ടുണ്ട്. സൈസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ബിഗ് സൈസ് പറഞ്ഞിട്ടുണ്ട്, സ്മോൾ പറഞ്ഞിട്ടുണ്ട്. ഹെഡ് വേർഡ് ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ബോയ്, ക്യാറ്റ്, ബാഗ്, ഫ്ലവർ. ഓക്കെ, മനസ്സിലായോ? ഒരു ഹെഡ് വേർഡും അതിനെ സൂചിപ്പിക്കുന്ന കുറേ വേർഡ്സും. എന്തൊക്കെ യൂസ് ചെയ്താൽ സൂചിപ്പിക്കുന്നത്? നമ്പർ, ക്വാളിറ്റി, കളർ, സൈസ്. ഐ തിങ്ക് ഡു യു ഗെറ്റ് ഇറ്റ്? ഇനിയും റീഡ് ദി സ്റ്റോറി ഗിവൺ ബിലോ. സം വേർഡ്സ് ആർ അണ്ടർലൈൻഡ്. Make the story more interesting by adding describing words to them similar to the ones you have listed in the above columns. താഴെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്, കുറേ വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഹെഡ് വേർഡ്സ് ആണ്. അതിന് മുൻപേ നമ്മൾ ഇതുപോലത്തെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും വേർഡ്സ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ. A sparrow laid small eggs in her nest on a tree. അപ്പോൾ ഇവിടുത്തെ ഹെഡ് വേർഡ് നോക്കിക്കേ. സ്പാരോ എന്നുള്ളത് ഹെഡ് വേർഡാണ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേർഡ് യൂസ് ചെയ്യാം?
എ ചൈനീസ് സ്പാരോന്നോ എ സ്മോൾ സ്പാരോന്നോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആ ഹെഡ് വേർഡിൻ്റെ മുൻപിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസ്ക്രൈബിങ് വേർഡ്സ് ഇട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ സ്മോൾ സ്പാരോ ലെഡ് സ്മോൾ എക്സ്. എക്സ് എന്ന് പറയുന്നത് ഒരു ഹെഡ് വേർഡാണ്. അപ്പോൾ നമുക്ക് അവിടെ എക്സിൻ്റെ കളർ വേണേൽ കൊടുക്കാം അല്ലേ. വൈറ്റ് എഗിൻ്റെ ഫ്രണ്ടിൽ ചേർക്കാം. ഇനി ഇൻ ഹെർ നെസ്റ്റ് ഓൺ എ ട്രീ. നെസ്റ്റ് അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്, ഹെഡ് വേർഡാണ്. ഇൻ ഹെർ സ്മോൾ നെസ്റ്റ് സൂചിപ്പിക്കാം. ഓൺ എ ട്രീ, ട്രീയുടെ ഫ്രണ്ടിൽ എന്ത് കൊടുക്കാം? ഓൺ എ ബിഗ് ട്രീ. അതുപോലെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിൻ്റെ ഫ്രണ്ടിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് നിങ്ങൾ തന്നെ ഇട്ടുകൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.